ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് അച്ചപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിനായി 1 കിലോ പച്ചരി നൈസായി പൊടിച്ചതാണ്. അതുപോലെ തന്നെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ മഞ്ഞ ഉൾപ്പെടെ നമുക്ക് ഉപയോഗിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം മാത്രമായിട്ട് ഉപയോഗിക്കാം. മഞ്ഞ ഉൾപ്പെടെ ആകുമ്പോൾ ചെറിയൊരു ബ്രൗൺ കളർ ഉണ്ടാവും അച്ചപ്പത്തിന്. ഇല്ല, വെള്ളം മാത്രമാണെങ്കിൽ അതിനേക്കാളും ലൈറ്റ് കളറായിട്ടും വരും. പിന്നെ എള്ള്, ജീരകം, പഞ്ചസാര, അതുപോലെ ഉപ്പ്. ഇത് ചുമന്നുള്ളി പേസ്റ്റാക്കി അരച്ച് വെച്ചിരിക്കുന്നതാണ്. നന്നായി പേസ്റ്റ് ആക്കണം. നമുക്കൊരു 1/4 കിലോയോളം എടുക്കാം. നമ്മൾ എടുക്കുന്ന അരിക്കനുസരിച്ച് വേണം എടുക്കാൻ. ഇപ്പോൾ 1 കിലോ അരിക്കൊക്കെ ആകുമ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു 200 ഗ്രാം 1/4 കിലോയോളം വരുന്നുണ്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് തേങ്ങാപ്പാലാണ്. ഇത് 1-ാം പാൽ, ഇത് 2-ാം പാൽ. ഏകദേശം ഞാനിത് ഈ ഒരു വലുപ്പത്തിൽ പച്ച തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പാല് നമുക്ക് കിട്ടാനും നല്ലതായി വരാനും വേണ്ടിയിട്ട് പച്ച തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. ഈ 1-ാം പാലിലാണ് നമ്മൾ ആദ്യം ഇത് മിക്സ് ചെയ്യുന്നത്. പോരാതെ വരുവാണെങ്കിൽ മാത്രം നമുക്ക് 2-ാം പാൽ കുറേശ്ശെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിതിൽ ഇനി മുട്ട നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഒന്ന് അടിച്ചെടുക്കാനായിട്ട് നമുക്ക് പോകാം. നമ്മൾ അരിപ്പൊടിയിലേക്ക് 1-ാം പാൽ ഒഴിക്കുകയാണ്. 1-ാം പാൽ ഒഴിച്ച് അതിനൊന്ന് ലൂസാക്കി എടുക്കണം. പോരാത്തത് നമുക്ക് 2-ാം പാൽ ആഡ് ചെയ്യാം. ഇത് മുട്ട നമ്മൾ അടിച്ചെടുത്തതാണ്, 4 മുട്ട. അത് നമ്മൾ ഈ മാവിലേക്ക് ചേർക്കുകയാണ്. അടുത്ത് നമ്മൾ ചേർക്കുന്നത് ചുമന്നുള്ളി പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതാണ്. നെക്സ്റ്റ് എള്ളാണ് നമ്മൾ ഇടുന്നത്. എള്ളും ജീരകവും ഇതേപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അടുത്ത് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് മാത്രം മതി, ഒരു പേരിന് മതി. കാരണം നമ്മൾ പഞ്ചസാരയാണ് നമ്മൾ കൂടുതൽ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉപ്പ് നമുക്ക് പേരിന് മാത്രം മതി. അടുത്ത് നമ്മൾ പഞ്ചസാരയാണ് ഇടുന്നത്. പഞ്ചസാര നമ്മൾ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഇളക്കി നമുക്ക് പഞ്ചസാര ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ മധുരമൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് പോരാത്തത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒരു മധുരത്തിന് മുൻപന്തിയിൽ നിൽക്കണം. കാരണം നമ്മൾ അച്ചപ്പം ഉണ്ടാക്കി വെന്ത് നമ്മൾ ആ ഒരു മുരുമുരിപ്പോട് കൂടി കടിക്കുമ്പോൾ നമുക്ക് പഞ്ചസാര ഇപ്പം മുൻപന്തിയിൽ നിന്നാലാണ് നമുക്കപ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നോക്കും കുറച്ച് മാവിൽ പഞ്ചസാര മുൻപന്തിയിൽ നിൽക്കണം. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിലാണ് ഇതെടുത്തിരിക്കുന്നത്. എള്ളെല്ലാം നന്നായി പൊങ്ങി നിൽക്കുന്നുണ്ട്. നമുക്കിത് അച്ചപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഈ അച്ചിൽ നമ്മളിങ്ങനെ മുക്കിയിടുന്ന സമയം എണ്ണയിൽ അച്ചിൽ നിന്ന് വിട്ട് വരാതിരിക്കുക. അതല്ലെങ്കിൽ ഈ അച്ചിൽ നിന്ന് ഇങ്ങനെ വിട്ട് വന്ന ശേഷം അതിങ്ങനെ മലന്നു പോവുക, ആ ഒരു രീതിയൊക്കെ വരാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മാവിന് ചിലപ്പോൾ ലൂസ് പോരാന്നുള്ളത് അവസ്ഥയായിരിക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് 2-ാം പാലിൽ കുറച്ചൊന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് പുളിപ്പിക്കാൻ വെക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കലക്കി കഴിഞ്ഞ് നമുക്ക് 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി അച്ചപ്പം ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഈ ഒരു പാകത്തിനാണ്. ഇവിടെ 2-ാം പാൽ എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇനി നമുക്കിവിടെ അച്ച് തയ്യാറായിട്ടിരിക്കുന്നുണ്ട്. ഈ അച്ച് ചിലവർക്ക് വിട്ടുവരാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അച്ചപ്പം ഉണ്ടാക്കുന്ന അന്ന് എണ്ണയിലിട്ട് വെച്ചേക്കുക. എണ്ണയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴത്തേനും മാവിൽ മുക്ക് പെട്ടെന്ന് വിട്ടുവരും. പിന്നെ ചെയ്യാവുന്നത്, നമ്മൾ എണ്ണ അടുപ്പിൽ ചൂടാക്കാൻ വെക്കുന്ന സമയത്ത് ആ ചട്ടിയിൽ കുറച്ച് നേരം വയ്ക്കുക. നന്നായി ഒന്ന് ചൂടായി കഴിഞ്ഞ ശേഷം നമ്മൾ മാവിൽ മുക്കി കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അച്ചപ്പം ഉണ്ടാക്കാൻ മുന്നോടിയായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നത്. ഇനി നമുക്ക് ചീഞ്ചട്ടിയും അല്ലെങ്കിൽ ഉരുളിയൊക്കെ നമുക്ക് അടുപ്പത്ത് വെച്ച് എണ്ണയെല്ലാം തയ്യാറാക്കി നമുക്ക് അച്ചപ്പം ഉണ്ടാക്കി തുടങ്ങാം. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ അച്ചപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വേഗം ഞാനൊരു കുറച്ച് അച്ചപ്പം എടുത്തിട്ട് കാണിക്കുകയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പം റെഡി ആയിട്ടുണ്ട്. എള്ളൊക്കെ ആയിട്ട് നമ്മൾ ഈ അച്ചപ്പം കഴിക്കുമ്പോൾ എള്ളും ജീരകവും ഒക്കെ കൂടി ഇങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോഴുള്ള ടേസ്റ്റ് നല്ലതാണ്. അതുപോലെ തന്നെ ചുവന്നുള്ളി അരച്ചിട്ടുള്ള ഒരു ടേസ്റ്റ് വേറെ പ്രത്യേകതയാണ്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്കൊരു മധുരത്തിന് ടേസ്റ്റ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് രുചി എന്ന് പറയാൻ നമുക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് വീടുകളിലൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഒത്തിരി പച്ചരിയും കാര്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും നന്നായി ഇഷ്ടപ്പെടും.
ഓക്കെ ഫ്രണ്ട്സ്, അതുപോലെ വീഡിയോ എല്ലാവരും കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ അച്ചപ്പം നന്നായി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.